എവരിവൺ വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസംബർ 7 നടന്ന LGSൻ്റെ മാത്സ് പോർഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. 7 × 8 ഡിവൈഡഡ് ബൈ 2 × 14 + 3 സ്ക്വയർ. ആദ്യം നമ്മൾ ഏതാ ചെയ്യേണ്ടത്? ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 7 × 8 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 4 × 14 + 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ നമുക്ക് നോക്കാം. 14 × 28 വരുന്നുണ്ട് അല്ലേ? 32ക്ക് 2 11 8 2 293 392 കിട്ടും. ഇനി ഇതിനെ 9 കൊണ്ട് ആഡ് ചെയ്യണം. 401 ആണ് ആൻസർ കിട്ടുന്നത്. ആ ആൻസർ നമ്മുടെ ഓപ്ഷൻസിലില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അടുത്ത കണക്ക് 7 സ്ക്വയർ × 2 ഡിവൈഡഡ് ബൈ 2 × 7 അല്ലേ? അപ്പോൾ നമുക്കിതിൽ ഏതാ ആദ്യം ചെയ്യേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. 7 സ്ക്വയർ × 2 ഡിവൈഡഡ് ബൈ 2 × 7 അല്ലേ? നമ്മൾ 7 സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് 1 വന്നു × 7. അപ്പോൾ എത്രയാണ്? 49 × 7. 49 × 7 എത്രയാണ്? 49 × 7 343 അല്ലേ? 343 ആണ് ആൻസർ കിട്ടുന്നത്. ആൻസർ ഓപ്ഷനിലില്ല. ഇതും ഒരു ഡിലീഷൻ ആവാണ്. ഈ ക്വസ്റ്റ്യനും ഒരു ഡിലീഷൻ ആവാനാണ് സാധ്യത. അടുത്ത കണക്ക് 1/2 2/3 3/4 1/5. ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏത്? ആരോഹണ ക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ചെറുത് മുതൽ വലുത് വരെ അല്ലേ? ഇപ്പം നമുക്ക് ഇതിന് ഓരോന്നിനെയും നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2/3 3/4 1/5 അല്ലേ? ഇനി 1/2 എത്രയാണ് വരുന്നത്? 2 1.5 അല്ലേ? 0.5 ആണ് വരുന്നത്. അടുത്തത് നോക്കാം. 3 എങ്ങനെയാണ് വരുന്നത്? 2 0 ഇട്ടു, അപ്പോൾ പോയിൻ്റ് ഇട്ടു. അപ്പം 3യിൽ എത്രയാണ്? 6 അല്ലേ? 6. ഇനി അടുത്തത് 4 3 0 ഇട്ടു, അപ്പോൾ പോയിൻ്റ് ഇട്ടു. 30യിൽ എത്രയാണ് വരുന്നത്? 7 അല്ലേ? 28 ആണ് വരുന്നത്. അടുത്തത് 5 ഇവിടെ 1 പോയിൻ്റ് ഇട്ടു, 0 ഇട്ടു, അപ്പോൾ എത്രയാണ് വരുന്നത്? 2 0.2. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ വരുന്നത്? 0.2 ആണ് വരുന്നത് അല്ലേ? ഏറ്റവും ചെറുത് 1/5 ലെസ് ദാൻ, പിന്നെ വരുന്നത് എത്രയാണ്? 0.5 1/2 ലെസ് ദാൻ, പിന്നെ അടുത്തത് 0.6 ആണ് വരുന്നത്. 0.6 വരുന്നത് 2/3 ലെസ് ദാൻ 3/4. ഇത് ഏതാ ആൻസർ വരുന്നത്? 1/5 1/2 2/3 3/5. ബി ആണ് ആൻസർ വരുന്നത്. ആരോഹണ ക്രമത്തിലാണ് ചെറുത് മുതൽ വലുത് വരെ. 0.2 ആണ് ഏറ്റവും ചെറുത്, അതിൻ്റെ ഏതാ? 1/5. പിന്നെ അടുത്തത് വരുന്നത് 1/2, അതായത് 1/2 ആണ് അടുത്തത് വരുന്നത്. പിന്നെ അടുത്തത് 2/3 ലെസ് ദാൻ 3/4. ഓക്കെ. അപ്പോൾ ഏറ്റവും വലുത് വരുന്നത് 3/4 ആണ്. ഏറ്റവും ചെറുത് എത്രയാണ്? 1/5. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്റർ ആണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163 160 161 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരം എത്ര? അപ്പോൾ അഞ്ചാമത്തെ ആളുടെ ഉയരമാണ് നമുക്ക് കാണേണ്ടത്. 4 പേരുടെ ഉയരങ്ങൾ തന്നിട്ടുണ്ട്. ഇനി അവരുടെ ആവറേജും തന്നിട്ടുണ്ട്. 160 അവരുടെ ശരാശരി ഉയരം. അപ്പോൾ നമ്മൾ ആവറേജ് എങ്ങനെയാണ് കാണാം? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ് ആവറേജ് അല്ലേ? ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 163 + 160 + 161 + 162 + അഞ്ചാമത്തെ ആളുടെ നമുക്ക് അറിയില്ല, അപ്പോൾ നമ്മളതിന് എക്സ് എന്ന് കൊടുത്തു. ഇനി എൻ എത്രയാണ്? 5 ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 160 ആണ് ആവറേജ് അല്ലേ? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 646 ആണ് എല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുക. പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 160. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 646 പ്ലസ് എക്സ് ഈക്വൽ ടു 0, 30ക്ക് 0, ബാക്കി 800. അപ്പോൾ എത്ര കിട്ടി? 800 കിട്ടി. ഇനി നമുക്ക് എക്സ് കാണണം. അപ്പോൾ 800 - 646
അപ്പോൾ എത്രയാണ് വരുന്നത് 4 5 1 154 ആണ് ആൻസറായിട്ട് വരുന്നത് അല്ലേ 154. അടുത്ത കണക്ക് നോക്കാം 41 - 30 + 45 + 7 × 7. അപ്പോൾ നമുക്ക് ആദ്യം 41 - 30 ഇനി എന്താ 45 + 7 അത് ബ്രാക്കറ്റിലാണ് അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും 52 × 7. ഇനി അടുത്ത ഏതാ ചെയ്യേണ്ടത് 41 - 30 + 52 × 7 അല്ലേ 52 × 7 36 364 364. 41 - 30 എത്ര കിട്ടുന്നത് 11 + 364 375 ആണ് ആൻസർ ഇവിടെയുണ്ട് 375. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിൻ്റെ വേഗത എത്ര? വേഗതയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താ വരിക വേഗത സ്പീഡ് കാണാൻ എന്താ ചെയ്യുക സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത് 250 കിലോമീറ്റർ ടൈം എത്രയാണ് അരമണിക്കൂർ അപ്പോൾ 250 × 2 = 500 km/h സ്പീഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 500 km/h. ഇനി നമുക്ക് നോക്കാം അര കിലോമീറ്റർ കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഒരു മണിക്കൂറിൽ എങ്ങനെയായിരിക്കും 250 എന്ന് പറയുന്നത് ഇരട്ടിക്കും അല്ലേ 500 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ 500 km/h ആണ് ആൻസർ. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റുവെങ്കിൽ വിറ്റ വില എത്ര? നമുക്ക് ഏതാണ് കാണേണ്ടത് വിറ്റ വിലയാണ് കാണേണ്ടത് അല്ലേ വസ്തുവിൻ്റെ വാങ്ങിയ വില എത്രയാണ് 1600 ആണ് വസ്തുവിൻ്റെ വാങ്ങിയ വില. അത് എത്ര ശതമാനം നഷ്ടത്തിനാണ് 12% നഷ്ടത്തിനാണ് വിറ്റത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം 1600ൻ്റെ 12% നമ്മൾ കാണണം അല്ലേ 1600ൻ്റെ 12% 1600ൻ്റെ 12% എത്രയാണ് 16 × 12 അല്ലേ 16 × 12 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും 192 കിട്ടും 192. ഈ 192 രൂപയാണ് നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത് 12% നഷ്ടം എന്ന് പറയുമ്പോൾ 192 രൂപയാണ് നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത്. അത് 1600ൽ നിന്ന് ഈ 192 നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ എത്ര കിട്ടുക 1408. അപ്പോൾ ആൻസർ എത്രയാണ് 1408. 55 80 100 എന്ന സംഖ്യയുടെ ഊസാഗ എത്ര? ഊസാഗയാണ് നമുക്ക് കാണേണ്ടത്. അത് HCF ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 55 80 100 ഇതെല്ലാത്തിലും പോകുന്നത് ഏതിലാണ് എല്ലാതും പോകുന്നത് നമുക്ക് 5 ഇട്ടിട്ട് നോക്കാം 55 11 വട്ടം ഇതിൽ 30 6 16 ഇതിൽ 20 അല്ലേ ഇനി ഒന്നിലും പോവില്ല അല്ലേ 11 16 20 വന്നിരിക്കുന്നത് 11 ഒന്നിലും പോവില്ല 11 തന്നെ അതിന് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ വരുന്നത് 5 വരുന്നത് അല്ലേ 5 എല്ലാതും പോകുന്നത് ഡിവൈഡ് ചെയ്ത് പോകുന്നത് 5 അപ്പോൾ 5 ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ HCF ഊസാഗ. കൂട്ടത്തിൽ ചേരാത്തത് ഏത് 8 16 27 64 അല്ലേ 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ് വരുന്നത് 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ് വരുന്നത്. ഇനി 27 എന്ന് പറയുന്നത് 3 ക്യൂബ് 64 എന്ന് പറയുന്നത് 4 ക്യൂബ് അല്ലേ അപ്പോൾ ഇതിൽ മാത്രം 4 മാത്രമേ ഉള്ളൂ 4 സ്ക്വയർ ബാക്കി എല്ലാം ക്യൂബാണ് വരുന്നത് 2 ക്യൂബ് 3 ക്യൂബ് 4 ക്യൂബാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ ചേരാത്ത ഏതാ 16 അല്ലേ 16 ആൻസർ. 1 3 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും അല്ലേ 1 3 6 നമുക്ക് 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത് 2 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 വരുന്നത്. അടുത്തത് 3ഉം 6ഉം തമ്മിൽ 3 അപ്പോൾ 2 3 അടുത്തത് എത്രയായിരിക്കും ഡിഫറൻസ് വരുന്നത് 4 അപ്പോൾ അടുത്ത സംഖ്യ എത്രയായിരിക്കും 10 ആയിരിക്കും അടുത്ത സംഖ്യ ആൻസർ 10. 2n+1 = 32 ആയാൽ n എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത് 2 ആണ് 2 കൊണ്ടാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യേണ്ടത് അല്ലേ 2 ആണ് ഇവിടെ 2ൻ്റെ പവറായിട്ടാണ് നമുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 32നെ 2 കൊണ്ട്
ഫാക്ടറൈസേഷൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര വരാം? 1 6 16 വരും. 2-ൽ 8, 2-ൽ 4, 2 2. അപ്പോൾ എത്രയാണ് വരുന്നത്? 2⁵ ആണ്. 2⁵ ആണ് 32. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? 2n+1 ആണ് ചോദിച്ചിരിക്കുന്നത്. 2n+1 = 32 തന്നെയാണ്. അപ്പോൾ 2n+1. അപ്പോൾ n+1 = എത്രയാണ് വന്നത്? 5 ആണ് വന്നത്. അപ്പോൾ n = എത്രയാണ്? 5 - 1 = 4. അപ്പോൾ ആൻസർ എത്ര കിട്ടിയത്? 4. ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരുമുണ്ട്. ആകെ കാലുകൾ 70-ഉം ആകെ തലകൾ 30-ഉം ആണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പം നമുക്കറിയാം ഈ കാലുകളിൽ മനുഷ്യൻ്റെ കാലുകളും പെടും പശുവിൻ്റെ കാലുകളും പെടും. അതായത് 4ഉം 2ഉം ആണ് കാലുകൾ വരുന്നത്. ഇനി തലകൾ എങ്ങനെയാണ്? തലകൾ എല്ലാവരുടെയും ഓരോന്ന് വീതം അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പശുവിന് നമ്മൾ എക്സും x = പശുവാണ്, y = മനുഷ്യനാണ്, അങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മൾ എഴുതാം x+y = എത്രയാണ് വരുന്നത്? 30 അല്ലേ? x+y = ആകെ തലകൾ 30 ആണ്. ഇനി കാലുകൾ എന്താ? 4x, അതായത് പശുവിന് 4 കാലം ഉണ്ടാവും അല്ലേ? മനുഷ്യന് 2 കാലേ ഉള്ളൂ. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 70. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ പുറത്തെടുക്കുക. x = എത്രയാണ്? 30 - y എടുത്തു അല്ലേ? x = 30 - y. ഇനി അതിനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x × 4 × 30 - y plus 2y = 70. 120 minus 4y plus 2y = 70. 120 minus 2y = 70. 2y = 120 minus 70. എത്ര കിട്ടാം? 50 അല്ലേ? 2y = 50. y = എത്രയാണ് വരുന്നത്? 50 - 2 = 50/2 = എത്രയാണ് വരുന്നത്? 25. അപ്പോൾ മനുഷ്യരെത്രയാണ്? 25 പേരാണ് മനുഷ്യരുള്ളത്. ഇനി അതിൽ നമുക്ക് പശുവിനെ കാണണം. അതായത് x+y = 30 ആണ്. അപ്പോൾ 25 മനുഷ്യരാണുള്ളത്. x+25 = 30. അപ്പോൾ x എത്ര കിട്ടുന്നത്? x = 30 - 25 = 5. അപ്പോൾ മനുഷ്യർ എത്രയാണ് വരുന്നത്? പശു എത്രയാണ് വരുന്നത്? x = 5. അപ്പോൾ പശുക്കളുടെ എണ്ണം 5. ഇനി ഇതിൻ്റെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പോൾ എത്രയാണ്? 25 മനുഷ്യരുണ്ട്, 5 പശുക്കളുണ്ട്. അപ്പോൾ 25 - 5 = 20. 20 ഇതിൻ്റെ ആൻസർ. അടുത്ത കണക്ക് 0.05 whole square into 1/20 = നമുക്ക് ആദ്യം തന്നെ 1/20 കാണാം. 1/20 ഇതെങ്ങനെയാണ് ഹരിക്കുക? 20 1 പോവില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ പോയിൻ്റ് ഇട്ടു, 0 ഇട്ടു, 5 അല്ലേ? 5-ലല്ലേ പോവുക? 5 × 20 ആണ് 100. അപ്പോൾ 0. അപ്പോൾ ഇവിടെ 0.05 വന്നു. 0.05 whole square into 0.05 അല്ലേ? അപ്പോൾ എത്രയായി? ക്യൂബായി അല്ലേ? 0.05 into all cube 0.05 all cube വന്നു. ഇതാണ് ആൻസർ. അടുത്ത കണക്ക് 1 2 4 8 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏത്? അടുത്ത പദമാണ് കാണേണ്ടത്. നമുക്ക് സീരീസ് എഴുതാം. 1 2 4 8 അല്ലേ? അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിക്കാം. 1 × 2 2 2 × 2 4 4 × 2 8 8 × 2 എത്ര വരും? 16 ആയിരിക്കും അടുത്തത് അല്ലേ? അപ്പോൾ അടുത്ത പദം 16. രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. ജയയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ ഇവരുടെ രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധമാണ് തന്നിരിക്കുന്നത്. അതാണ് 2:3. നമുക്ക് 2x 3x എന്ന് കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും. 5 വർഷം കഴിയുമ്പോൾ രമ എത്രയാണ്? 2x ആണ്. 2x + 5. 5 വർഷം കഴിയുമ്പോൾ എത്ര വയസ്സാവും? 24 വയസ്സായിരിക്കും. അപ്പോൾ 2x = 24 - 5 19 അല്ലേ?
എക്സ് ഈക്വൽ ടു 19/2. ഇനി 3 അത് ഈ എക്സിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെയുടെ വയസ്സിൽ 3 × 19/2 അപ്പോൾ എത്ര കിട്ടാം? 57/2 കിട്ടും അല്ലേ. 57/2 എത്രയാണ്? 28.5. ഇതാണ് ആൻസർ കിട്ടുക. 28 ഉണ്ട്, 28.5 ഇല്ല ഓപ്ഷൻസിൽ. 28.5 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + 2 × 3 ഇത് ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. ആദ്യം ചെയ്യണം. പിന്നെ ഹരണം 6 - 1 അല്ലേ. 1 + 6 ഹരിക്കണം 6 - 1. 6/6 എത്ര കിട്ടുക? 1 തന്നെ. 1 + 1 - 1. 2 - 1 = 1. അപ്പോൾ 1 ആണ് ആൻസർ. 11:132 = 22 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 11നെ നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 2 1 1 1 3 2 132 കിട്ടി അല്ലേ. അതുപോലെ തന്നെ 22നെയും നമുക്ക് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 4 2 2 264 അല്ലേ. 2നെയും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. 264 132. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാണ്? 264. ഒറ്റയാൻ ഏത്? ചതുർഭുജം, സാമാന്തരികം, ലംബകം, ചതുരം അല്ലേ. ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താ? ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 സൈഡുകൾ ഉണ്ടാവണമെന്നേ ഉള്ളൂ. സാമാന്തരികമാകാം, ലംബകമാകാം, പിന്നെന്താ ചതുരമാകാം. ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഏത് 4 വശങ്ങളുള്ളതിനും ചതുർഭുജം എന്ന് പറയാം. അടുത്തെന്താ? ലംബകം, സാമാന്തരികം, ചതുരം. ഇതിനെല്ലാം 4 വശങ്ങളാണെങ്കിലും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഈ ഓരോന്നിനും. ഇപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഒറ്റയാനായിട്ട് നിൽക്കുന്നത് ചതുർഭുജമാണ്. 2 3 5 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏത്? 8ാമത്തെ സ്ഥാനത്തെ സംഖ്യയാണ് കാണേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? പ്രൈം നമ്പേഴ്സാണ് അല്ലേ. 2 3 5 7 കഴിഞ്ഞ് ഏതാ വരാം? 11 13 17 19. അപ്പോൾ എത്രയായി? 1 2 3 4 5 6 7 8 19 അല്ലേ. 19 ആയിരിക്കും ആൻസർ. 4 2/6 ഹരിക്കണം 1 2/6. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ. 4 2/6 ഹരിക്കണം 1 2/6. ഓക്കെ, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 6 4 24 25 26/6 ഹരിക്കണം 6 7 8 8/6 അല്ലേ. ഇനി 26/6 × 6/8. അപ്പോൾ 26/8 ഹരിക്കണം അല്ലേ. 8 26 24 വട്ടം 3 ബാക്കി 2 അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 3 2/8 എന്ന് എഴുതും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. 1/4 അല്ലേ. അപ്പോൾ 3 1/4 ആണ് ആൻസർ.